ഇറാൻ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം അത് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ കേരളത്തിൽ തന്നെ, കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഇറാനെ വല്ലാതെ അങ്ങ് ആരാധനയോടുകൂടി നോക്കിക്കാണുന്നു. മറ്റൊരു കൂട്ടർ ഇസ്രായേലിനെയും അമേരിക്കയും അല്ലാതെ അങ്ങ് ആരാധനയോടുകൂടി നോക്കിക്കാണുന്നു. അപ്പൊ അത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ടു അല്ലെ കേരള സമൂഹം മൊത്തത്തിൽ. ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന സാമുവൽ ഹണ്ടിങ്ടൺ പറഞ്ഞ ഒരു പ്രതിഭാസത്തിന് ഏതാണ്ട് യോജിച്ചു വരുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1000 വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ ഇറാൻ തയ്യാറാണ്. കാരണം വളരെ അഗ്രസീവായിട്ടുള്ള മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ജനതയാണ് ഇറാൻ ജനത എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു ആര്യൻ വംശജർ തന്നെയാണ്. പേർഷ്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിലുള്ളവർ മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അവർ ഭൂരിപക്ഷം പേരും പിന്തുണയ്ക്കുന്നത് ഇറാനിലെ ഭരണകൂടത്തെയാണ്. ഇറാനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രപരമായിട്ട് ബന്ധങ്ങൾ കൂടിയുള്ള ഒരു രാജ്യമാണ്. കാരണം പേർഷ്യയുടെ ഭാഗമായിരുന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഗാന്ധാര ദേശമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും ഒക്കെ. ആ പേർഷ്യയിലെ സിറിയസ് രാജാവ് എന്ന് പറയുന്ന രാജാവ് അത്ര മോശക്കാരൊന്നുമല്ല. പഴയ സംസ്കാരത്തിൽ ഇസ്ലാം വന്നതിന് ശേഷമാണ് ഈ കുഴപ്പങ്ങൾ സംഭവിച്ചത്. സിറിയസ് രാജാവ് എന്ന് പറയുന്നത് ലോകത്തിലെ അശോക ചക്രവർത്തി ഉണ്ടല്ലോ, ആൻഡ് ഹി ഷൈൻസ് ആൻഡ് ഷൈൻസ് ലൈക്ക് എ പോൾ സ്റ്റാർ ഇൻ ദി ഫെർമമെൻറ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് ആർണോൾഡ് ടോയിൻബി എന്ന് പറയുന്ന ചരിത്രകാരൻ അശോക ചക്രവർത്തിയെക്കുറിച്ച്, അശോക സമ്രാട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കലിംഗ യുദ്ധത്തിൽ പെട്ട ഭടന്മാരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഇനിമേൽ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്നൊരു ശബ്ദം ലോകത്തിലെ ഒരു ചക്രവർത്തിയും എടുത്തിട്ടില്ല. അതിന് സമാനമായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു പേർഷ്യയിലെ സിറിയസ് രാജാവ്. ആ ക്രിസ്തുമതത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്ക്, അതായത് ഇസ്ലാമൊന്നും വന്നിട്ടില്ല, ക്രിസ്തു മതവും വന്നിട്ടില്ല, സ്വരാഷ്ട്രീയൻ മതമായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ചില ഭാഗങ്ങളിലുള്ള പാഴ്സികൾ. ജംഷഡ്ജി ടാറ്റ, ഗോദ്രജ് തുടങ്ങിയ ദേശസ്നേഹികളായിട്ടുള്ള വ്യവസായികളെല്ലാം സൊറാസ്ട്രിയൻ കൾച്ചർ ഒന്നും ഇറാനിലില്ലല്ലോ, അവശേഷിക്കുന്നേ ഇല്ലല്ലോ, മൊത്തം ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്നത് മാത്രമല്ല, അവരുടെ നോക്കൂ, ഇന്ത്യക്കെതിരായിട്ട് ഈ പാഴ്സികൾ എന്തെങ്കിലും ഒരു കുതന്ത്രം ഒപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യയെ വളർത്തുന്നതിന് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളല്ലേ ടാറ്റ. ടാറ്റ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വൈശിഷ്ട്യം കൊണ്ട് മാത്രം എത്ര പേര് ഉപജീവനം നടത്തിപ്പോരുന്നു നമുക്ക് മറക്കാൻ പറ്റൂ. എന്നിട്ട് ആ TCSലാണ് നാസിക്കിൽ വെച്ചിട്ട് പോയിട്ട് മറ്റേ പണി കാണിച്ചത്. അതിലേക്ക് നമുക്ക് വേറൊരു വിഷയമായിട്ട് വരാം. അങ്ങനെയുള്ള ഈ സംസ്കാരം എന്ന് പറയുന്നത് പുറമേ കാണുന്നതല്ല, ആ പഴയ സംസ്കാരം അതിനെ വ്രണപ്പെടുത്താനും ഇല്ലാതാക്കാനും ഒക്കെ വേറൊരു സംസ്കാരത്തിൻ്റെ അധിനിവേശം കൊണ്ട് കഴിയും. അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അതാണ് ഒരുപാട് പറയേണ്ടി വരും ഇതിനെപ്പറ്റി പറഞ്ഞാൽ. അതുകൊണ്ട് ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കാൾ മാർക്സ് പറഞ്ഞത്, ഇന്ത്യയിലെ സംസ്കാരം, ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ സംസ്കാരങ്ങളെ കൂടുതൽ മേന്മയുള്ളതാക്കി മാറ്റി. ഇംഗ്ലീഷിലാണത് പറഞ്ഞിരിക്കുന്നത്. ആ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരാശയം പങ്കുവെച്ചത് കാൾ മാർക്സാണ്. പല മാർക്സിയൻ ചിന്താഗതിക്കാർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നിരിക്കെ നമ്മളിപ്പോൾ വന്ന സിറിയസ് രാജാവ് അശോക ചക്രവർത്തിക്ക് സമാനനാണെന്ന് ഞാൻ പറയാൻ കാര്യം, സിറിയസ് രാജാവ് ലോകം മുഴുവൻ കീഴടക്കിയതാണ്. മാസിഡോണിയ എന്ന് പറയുന്ന അലക്സാണ്ടറുടെ രാജ്യം പോലും കീഴടക്കിയ ആളാണ്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ആഫ്രിക്കയിലേക്കും. അന്ന് അമേരിക്കയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അമേരിക്കയും കീഴടക്കിയതിന്. അങ്ങനത്തെ ഒരാളായിരുന്നു സിറിയസ് രാജാവ്. ലോകം മുഴുവൻ കീഴടക്കി. കണ്ടുപിടിക്കപ്പെട്ട ലോകം, അന്നത്തെ ലോകം, ദി ഓൾഡ് വേൾഡ് മുഴുവൻ കീഴടക്കിയ ആളാണ്. ആ മനുഷ്യൻ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയാം? യുദ്ധത്തിൽ പിടിപ്പിക്കപ്പെട്ട തടവുകാരെ മുഴുവൻ വിട്ടയച്ചു. അവരെ എന്നിട്ട് തൻ്റെ സ്വന്തം രാജ്യമായ പേർഷ്യ, വിശാലമായ രാജ്യമാണത്, ആ പേർഷ്യയിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ്, അവർക്ക് വേണ്ട സെറ്റിൽമെൻറ്റുകൾ കൊടുത്തു അദ്ദേഹം. അങ്ങനത്തെ മനുഷ്യത്വമുള്ള ഒരു ചക്രവർത്തിയെ ആ കാലഘട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ പിമ്പോ കണ്ടിട്ടില്ല. യുദ്ധം ചെയ്യുക, ജയിക്കുക, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, പുരുഷന്മാരെ കൊല്ലുക, അല്ലെങ്കിൽ തടവുകാരാക്കുക, അടിമകളാക്കി പണി ചെയ്യിപ്പിക്കുക. ഈ പണിയാണ് നമ്മൾ അറബ് ചരിത്രത്തിലും ആഫ്രിക്കൻ ചരിത്രത്തിലും അമേരിക്കൻ ചരിത്രത്തിലും ലോകത്തെമ്പാടുമുള്ള വിജയിക്കുന്നവൻ മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം. ഇവിടെ നമ്മൾ നോക്കൂ, ആ സ്വരാഷ്ട്രീയൻ സംസ്കാരത്തിൻ്റെ ബാക്കി ഇപ്പോൾ ഇറാനിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് അവരെ പ്രശംസിക്കുന്നതിൽ കാര്യം, ആ യുദ്ധത്തിൽ ആരാ ജയിച്ചിരിക്കുന്നത്? അർജുൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ആരാ ജയിച്ചിരിക്കുന്നത്?
ഇത് രണ്ട് തലത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടതുള്ളത്. ഉം. നമ്മൾ ഒന്ന് നമ്മൾ ഇറാനിന് ഇത്രയും നാൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ പിടിച്ചു നിന്നു എന്നുള്ള ഒരു വസ്തുത. ഉം. അതോടൊപ്പം തന്നെ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മത നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു പൊളിറ്റിക്കൽ നേതൃത്വത്തെയും രണ്ടും ലിങ്ക്ഡ് ആണ്. അവരുടെ തലപ്പത്തുള്ള എല്ലാവരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു വാദം. ഈ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടും ഈ പറയുന്ന IRGC ശക്തമാണ്. അവർ പറയുന്നു അവരുടെ മത നേതൃത്വം മാറില്ല, അവരുടെ ഭരണം മാറില്ല. അപ്പോൾ ഭരണം യഥാർത്ഥത്തിൽ മാറാൻ അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണത്തെ തലപ്പത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അമേരിക്കയ്ക്ക്. പക്ഷേ ഒരുപാട് നാശം വിതയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ പറയുന്നത് കൊല്ലുന്നതും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവര്, കൊലപ്പെടുന്നതും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ. കാരണം ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇറാൻ തിരിച്ചടിക്കുന്നത് മൊത്തം ഗൾഫ് നാടുകളിലേക്കാണ്. അതൊന്നുമല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ 175 7-നും 9-നും വയസ്സിനിടയിൽപ്പെട്ട പെൺകുട്ടികളെ കൊന്നു. ഇസ്രായേൽ നേട്ടമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ 2500 പേര്, ഏത് മതവും ആയിക്കോട്ടെ, കൊന്നു. ഇതൊക്കെയാണ് ഇസ്രായേൽ ഇവരും കൂടെ ഉണ്ടാക്കിയ നേട്ടം. ഇതുകൊണ്ട് ഇറാൻ കീഴടങ്ങുമെന്ന് വിചാരിച്ചു. കുട്ടികളെ കുരുതി കഴിച്ചതുകൊണ്ട്, കശാപ്പ് ചെയ്തതുകൊണ്ട് ഇറാനെ കീഴടക്കാമെന്ന് വിചാരിച്ചു. ചെയ്യാവുന്നതിൻ്റെ പരമാവധി മുഴുവൻ ഇസ്രായേൽ ചെയ്തു. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു, ഭരണാധികാരി അയതൊല്ല ഖമനേയിയെ കൊന്നു, ഇപ്പം മത നേതൃത്വത്തിലുള്ള എല്ലാവരെയും കൊന്നു. അവിടുത്തെ രഹസ്യാന്വേഷണ പോലീസിന്റെ മേധാവിയെ കൊന്നു. ഈ പറയട്ടെ അതൊരു പോയിന്റ് ഞാൻ പറയാൻ വേണ്ടി, അതാണ് ഞാൻ പട്ടാള മേധാവിയെ കൊന്നു. ഇങ്ങനെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ടും ഇറാൻ തോറ്റു എന്നാണോ കരുതുന്നത്? ഹോർമൂസ് കടലിടുക്കിൻ്റെ താക്കോൽ ആരുടെ ഇല്ല? ഇന്നിപ്പോൾ അതാ ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്നത് ആരാണ്? ഏത് താക്കോൽ ഉപയോഗിച്ച്? ഇറാന്റെ താക്കോൽ ഉപയോഗിച്ച്. അമേരിക്കയുടെ കയ്യിലായോ അത്? അമേരിക്കയുടെ കയ്യിലല്ല, പോട്ടെ. ഇസ്രായേലാണല്ലോ ലോകത്തിലെ ഏറ്റവും ബുദ്ധി കൗശലമുള്ള യുദ്ധം ചെയ്യാൻ ബുദ്ധിയുള്ള രാജ്യം. ഏറ്റവും ബുദ്ധിമാന്മാരുള്ള ജൂതന്മാർ തന്നെ സംശയിക്കുന്നു. അത് വംശീയമാണ്. അല്ല, എന്തുകൊണ്ടായിരിക്കും ഇറാൻ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത്? അതാണ് പറയുന്നത്. സ്വരാഷ്ട്രീയൻ സംസ്കാരത്തിന്റെ മഹത്വമാണ് ഹോർമൂസ് എന്ന് പറഞ്ഞ കടലിടുക്ക്. ആ ഹോർമൂസ് എന്നുള്ള പേര് എവിടെ നിന്ന് വന്നു? ആ ഹോർമൂസ് എന്നുള്ള പേര് സ്വരാഷ്ട്രീയൻ മതത്തിന്റെ സംഭാവനയാണ്. സ്വരാഷ്ട്രീയൻ ദേവത, നമ്മുടെ സരസ്വതി ദേവത എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പേരാണ്. ഇന്നും ആ പേരവിടെ തുടരുകയാണ്. ആ കടലിടുക്കിലാണ് വിശാല മനസ്കതയോടുകൂടി ഇത്രയുമൊക്കെ നാശങ്ങൾ, ഇതിലേറ്റവും കൂടുതൽ ദുഃഖങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ച ഇറാൻ ആ കടൽ ലോകത്തിന് മുഴുവനുമായിട്ട് അതിൻ്റെ കവാടം തുറന്നു കൊടുത്തിരിക്കുന്നു. ഒരു ഭാഗം ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഞങ്ങളവിടെ മൈൻ വിതച്ചിട്ടുണ്ട്. നിങ്ങളുടെ കപ്പലുകൾ, നിങ്ങളുടെ നാവികർ അതിൽ കൊല്ലപ്പെടരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഇത് തന്നെയാണ് സിറിയസ് രാജാവിൻ്റെ സംസ്കാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൗണ്ടർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അവരുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ് ഗൾഫ്. ഈ ഇറാൻ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമേരിക്ക. എങ്ങനെ? അവരുടെ ബേസുകൾ അറേബ്യയിലെ മുഴുവൻ രാജ്യങ്ങളിലും അവർ ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകുന്നോളാം. അതുകൊണ്ട് എന്ന് പറഞ്ഞ് 70,000-ത്തിലധികം കോടി രൂപ അവർ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പെട്രോൾ മുഴുവൻ ഊറ്റിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിന് അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ കിട്ടിയോ? ആക്രമിക്കപ്പെട്ടു. ഇതല്ലേ സംസ്കാരമില്ലായ്മ എന്ന് പറയുന്നത്? നിങ്ങളെ വിശ്വസിച്ച രാജ്യങ്ങളെ വഞ്ചിച്ചതാരാണ്? അമേരിക്ക. അവരെ ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ട് അമേരിക്കയിൽ ഏതെങ്കിലും മിസൈൽ പോയോ? ഇല്ല. ഏതെങ്കിലും ആക്രമണം ഉണ്ടായോ? അവരെ ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഇന്ത്യയെയും ശ്വാസം മുട്ടിച്ചുകൊണ്ട്. മനസ്സിലായല്ലോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് റെമിറ്റൻസസ് വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ കൊല ചെയ്യപ്പെടുന്നതും ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവർ, കൊല്ലുന്നതും ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവർ. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സമ്പൂർണ്ണമായിട്ട് തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലേ ഇതുവഴി? അമേരിക്കയുടെ ലക്ഷ്യം അത് തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാറോ. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞാലും അത് തീരില്ല. പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം പോലെ വലിയൊരു സമസ്യയാണത്. അതോടൊപ്പം തന്നെ ഈ ഇറാനിലെ ഭരണകൂടം തന്നെ അവിടെ ഒരുപാട് നിരപരാധികളെ വേട്ടയാടി കൊലപ്പെടുത്തിയിട്ടില്ലേ? ആ ഒരു ഭരണകൂടത്തിനും അന്ത്യം വരേണ്ടതല്ലേ? മനുഷ്യത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലരെയും തടവറയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട്, ഇങ്ങനെ വെളിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കലാപം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുക, അവിടെ കിടന്ന് അടിയിടുക എന്നൊരു തന്ത്രമായിരുന്നു ഇസ്രായേലും ഇവരും കൂടി തീരുമാനിച്ചത്. അതുകൊണ്ട് തിരി കൊളുത്തി കൊടുത്താൽ മാത്രം മതി. പുരയ്ക്ക് തീ വെക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ കൈകൊട്ടിച്ചിരിക്കാം. പക്ഷെ അത് നടന്നോ? ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ദേശീയതയുടെ പേരിൽ അവരൊന്നായി. അതാണ് സ്വരാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ. ആ പേർഷ്യ എന്ന് പറയുന്ന ഒരു ഒറ്റയ്ക്കാണ് അലക്സാണ്ടർ ചക്രവർത്തിയോട് പോലും പൊരുതിയത്. മനസ്സിലായില്ലേ? ആ ഐക്യം, ആ ദേശീയത എവിടെ വന്നു? ആ ദേശീയത എവിടെ ഉണർന്നു? അല്ലാതെ അമേരിക്ക ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്നും പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടോ? ഇല്ല.
അപ്പോൾ വെനിസ്വലയെ ജയിക്കാൻ കഴിഞ്ഞോ, ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞോ? അവസാനം എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു? അവിടുത്തെ എണ്ണ കട്ട് കവരാൻ വേണ്ടിയിട്ട്, ഗൾഫ് രാജ്യങ്ങളെ ഊറ്റുന്നത് പോലെ ഊറ്റാൻ വേണ്ടിയിട്ട് നടന്നോ? അവിടെ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നോ? ആ മരിച്ച ആളിൻ്റെ മകൻ, അദ്ദേഹം തന്നെ അടുത്ത ഭരണാധികാരി ആയില്ലേ? ഇല്ലാതാക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇസ്രായേലിൻ്റെ ചാരചക്ഷുസുകൾക്ക് പോലും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെന്താ അവരുടെ ആവശ്യങ്ങൾ എന്താ? ഇനി സമ്പുഷ്ട യുറേനിയം മുഴുവൻ ഇല്ലാതാക്കി കളയണം. ബാലിസ്റ്റിക് മിസൈലും നടന്നോ? ഇപ്പോഴും അവിടെ തന്നെ സ്റ്റോക്ക് പൈലായിട്ട് കൂട്ടിയിരിക്കുകയല്ലേ? യുറേനിയം സമ്പുഷ്ടീകരണം എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾ മാത്രമേ പറയുന്നു. ആര് പറയുന്നു? ട്രംപ്. ഇയാൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ കള്ളനാണ്. ഇന്ത്യയുടെ 5 റഫേൽ വിമാനം തകർത്ത് കളഞ്ഞു. എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ 8 രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം ഞാൻ ഇല്ലാതാക്കി. എന്നിട്ടാണ് ഈ ലോകത്തിൽ ഒരാവശ്യവും ഇല്ലാതെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഇറാന് നേരെ യുദ്ധം നടത്തി. ചേകന്നൂർ മൗലവിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് യോഗത്തിനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിട്ട് കൊന്ന് അദ്ദേഹത്തിൻ്റെ പൊടി പോലും അവശേഷിപ്പിക്കാത്ത പോലെ ഒരു മഹാ ചെറ്റത്തരമാണ് ഇസ്രയേലും അമേരിക്കയും കൂടി ഇക്കാര്യത്തിൽ കാണിച്ചത്. ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് പറയുന്നത്. അവരോട് എനിക്ക് എല്ലാ കാര്യത്തിലും സാമ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. എന്നിട്ട് പുളു അടിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് എന്താ? ഇറാൻ ജയിച്ചു. അമേരിക്കയ്ക്ക് നാണക്കേടാവാതിരിക്കാൻ അസ്വം മുനീർ എന്ന് പറയുന്ന ഒരു വേട്ടപ്പട്ടിയുണ്ടല്ലോ, വേട്ടപ്പട്ടി, അമേരിക്കയുടെ അഹപ്പാട് കഴിച്ച് കൊഴുത്തുരുണ്ട ആ വേട്ട നായയെ കൊണ്ടിട്ട് ഒരു മധ്യസ്ഥ ചർച്ച എന്ന് വരുത്തി വെച്ചിട്ട് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്ക്യൂസായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാണം കെട്ട ഒരു പരാജയത്തിൽ നിന്നും ഒരു വലിയ വ്യാഖ്യാനം നൽകാനൊരു അവസരം, അതിൻ്റെ ഒരു ദുർവ്യാഖ്യാനം നടക്കിക്കൊണ്ട് അമേരിക്ക ഞങ്ങളെല്ലാം നേടിക്കഴിഞ്ഞു. ഒരു കുന്തവും നേടിയിട്ടില്ല. ഇത്രയും പേരുടെ മരണം മാത്രമാണ് അവരുടെ നേട്ടം. ആ മരണം, രാക്ഷസീയമായ പ്രവൃത്തി, അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് വേറൊരു ചർച്ച. ഇപ്പോൾ നമുക്കതിലേക്ക് പോകാൻ സമയമില്ല.